ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. നിങ്ങളൊക്കെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. അങ്ങനെയല്ല, കുറച്ച് ദിവസമായിട്ട് ആലപ്പുഴ ബീച്ചിൽ ഒരു പരിപാടി അരങ്ങേറുന്നുണ്ട്. അതിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയോടെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്. ആ അക്വേറിയം കാണാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ദേശീയപാതയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഹൈവേയിൽ നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സത്യത്തിൽ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ ഈ ബ്ലോക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കുകയാണ്. 120 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ 3 പേരുണ്ട്. ഇതാണ് ഇൻഫാക്ട് T81 നേവൽ ഷിപ്പ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഷിപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഷിപ്പ് വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ്. മുംബൈ ടു കൊച്ചി, കൊച്ചി ടു കോട്ടയം, പിന്നീട് വേമ്പനാട്ട് കായൽ വഴി തണ്ണീർമുക്കത്ത് എത്തിക്കുകയായിരുന്നു. തണ്ണീർമുക്കത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള യാത്ര വളരെ ക്ലേശകരമായിരുന്നു. കാരണം ഇത്രയും വലിയ കപ്പലാണ്, പിന്നെ ഇത് വഹിക്കാനുള്ള മൾട്ടി ആക്സിൽ വാഹനം. അപ്പോൾ ഈ കപ്പലിനെയും ഈ വാഹനത്തിനെയും താങ്ങാനുള്ള ഒരു വീതിയൊന്നും ഈ ആലപ്പുഴ ഭാഗത്ത് തണ്ണീർമുക്കത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള റോഡിന് ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. പിന്നീട് പോലീസ് സംവിധാനത്തിൻ്റെയും KCB ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരുപാട് എഫേർട്ടുണ്ട് ഈ കപ്പൽ ഇവിടെ സ്ഥാപിക്കുന്നതിൽ. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. ഇവിടെ ബ്ലൂ കാർപ്പറ്റൊക്കെ വിരിച്ച് ഇവരിത് മനോഹരമാക്കിയിട്ടുണ്ട്, ഇവരുടെ എൻട്രൻസ് ഏരിയയൊക്കെ. പക്ഷേ കടൽ തീരമാണ്. നമ്മുടെ ചെരുപ്പുകളിലുള്ള മണലൊക്കെ ഇവിടെ ധാരാളം ഉണ്ട്. നമ്മൾ വെൽക്കം ചെയ്യുന്നത് തന്നെ ഒരു 360 ഡിഗ്രി സെൽഫി എടുക്കാവുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ആദ്യം കാണുന്നത്. യെസ്, ഇതിൽ കയറി നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന് ഒരു ട്രൈബ്യൂട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു സെഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാമേശ്വരത്തെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയിൽ നിന്ന് ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഇവർ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെട്ടിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ കോൺട്രിബ്യൂഷൻസ്, പ്രതിരോധ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻസ്, രാജ്യത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻസൊക്കെ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത മിസൈലുകളായ അഗ്നി, പൃഥ്വി, ആകാശ് എന്നീ മിസൈലുകളുടെ മാതൃകളൊക്കെ ഇവിടെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ബുക്കുകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ ബുക്കായ മാജേണി, അതിൻ്റെ മാതൃകളൊക്കെ ഉണ്ട് ഇവിടെ. അദ്ദേഹം ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയില്ല. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 97 ഭാരത് രത്ന, 97 തന്നെ ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ. സോ അങ്ങനെ APJ അബ്ദുൽ കലാമിന് ട്രൈബ്യൂട്ട് കൊടുത്തിട്ടുള്ള ഈ സെഷൻസ് നമ്മുടെ കുട്ടികൾക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാട്ടിലെ കൂട്ടുകാർക്കൊപ്പമാണ്. ഇവർ കുട്ടികൾക്ക് വേണ്ടി ഒരു സെഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇടതും വലതുമായിട്ട് ഇവർ മൃഗങ്ങളുടെ രൂപങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടതുവശത്ത് മൃഗങ്ങളുടെ ഒരു ആക്ച്വൽ രൂപവും വലതുവശത്ത് ആനിമേറ്റഡ് ആയിട്ടുള്ള രൂപങ്ങളാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കഥാപുസ്തകങ്ങളിൽ കാണുന്ന മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെയാണ് ഇവരിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് മൃഗങ്ങളുടെ ശബ്ദം ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചില മൃഗങ്ങളുടെയൊക്കെ തലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടുന്നുണ്ട്.
അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു കാനൻ തന്നെ ഇവരിവിടെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് റൈറ്റിലേക്ക് പോകുമ്പോൾ മാമത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇറങ്ങും കാണാത്തൊരു പ്രതിമ ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലർക്കും ക്രിസ്മസ് അവധിയിലാണ്, ഇയർ എൻഡ് അവധിയിലൊക്കെയാണ് നിങ്ങൾക്ക് അധിക ദൂരം ട്രാവൽ ചെയ്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആലപ്പുഴ ബീച്ചിലേക്ക് വരാം. നിങ്ങളുടെ കുട്ടികളോടൊത്ത് ഒരു ഹാഫ് ഡേ നിങ്ങൾക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഉച്ച കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഈ അക്വേറിയമൊക്കെ കണ്ടു നടക്കാം. അപ്പോഴത്തേക്കും ബീച്ചിലെ വെയിലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നീട് ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം. ഇനി അവിടെ പാർക്കുള്ള സ്ഥിതിക്ക് ആ പാർക്കിലും കയറി കുട്ടികളോടൊത്ത് കളിച്ചിട്ട് വൈകുന്നേരത്തോടുകൂടി നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാനും പറ്റും. കുട്ടികൾക്ക് എന്തായാലും ഈ സെഷൻ വളരെയധികം ഇഷ്ടപ്പെടും. ഒരു 10 to 15 മിനിറ്റ് വരെ അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ട മൃഗങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. കിങ് കോങ് ആണെന്ന് തോന്നുന്നു. കിങ് കോങ്ങിൻ്റെ കണ്ണിൽ തീക്ഷ്ണഭാവമൊന്നുമില്ല, വളരെ നിഷ്കളങ്ക ഭാവങ്ങളൊക്കെയാണുള്ളത്. ഒരു ബേബി എലിഫൻ്റ് ഉണ്ട്, അതിൻ്റെ അമ്മ അപ്പുറത്തുണ്ട്. ഇവിടം തൊട്ട് ഇവർ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർ ഈ അക്വേറിയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള മീനുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. മീനുകൾ മാത്രമല്ല അക്വേറിയത്തിലുള്ളത്, മനുഷ്യരുണ്ട്. ആദ്യം കണ്ടപ്പോൾ ലിറ്റിൽ എംബാരസിങ് ആയിട്ട് തോന്നി. കാരണം ചെറിയൊരു അക്വേറിയമാണ്, അധികം വീതിയൊന്നുമില്ല. ഇയാൾക്ക് കൈകളൊന്നും വിടർത്താൻ പറ്റില്ല. ചിലപ്പോൾ രാവിലെ തൊട്ട് ഈ പ്രോഗ്രാം അവസാനിക്കുന്നവരെ ഇയാൾക്ക് ഈ അക്വേറിയത്തിൽ തന്നെ ചിലവഴിക്കേണ്ടി വരും. ലിറ്റിൽ എംബാരസിങ് ആയിട്ട് തോന്നി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ക്യാമറയിലേക്ക് ഇതേ വളരെ മനോഹരമായിട്ടുള്ളൊരു മത്സ്യം കടന്നു വരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമുക്കറിയാവുന്നത് അയിലമത്തി, ചൂര, കാരി, കണവ, കിളിമീനൊക്കെയാണ്. ആ ടീമിനെയൊക്കെയാണ് നമുക്കറിയാവുന്നത്. ഇയാളെന്താണെന്നും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും നമുക്കറിയില്ല. വാവ്, ഇതും വളരെ മനോഹരമായിട്ടുണ്ട്. ചെറിയ മീനുകളാണ്, പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നവരും സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഒരു അന്തരീക്ഷം, ഒരു ബ്ലൂയിഷ് അറ്റ്മോസ്ഫിയർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു മനുഷ്യനുണ്ട്. ചെറിയ മീനുകളായിട്ട് കൊണ്ട് തന്നെ മീനുകൾ പുള്ളിക്കാരൻ്റെ ചെവിയിലൊക്കെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളി തട്ടി ഓടിക്കുന്നത് കാണാം. സോ മനുഷ്യരെ ഇതിനകത്തിട്ട് എനിക്കത്ര രസിച്ചിട്ടില്ല. കാരണം ചെറിയൊരു പൂളല്ലേ, ചെറിയൊരു അക്വേറിയത്തിനകത്ത് മനുഷ്യരെ കൂടി ഇട്ടത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ ഫിഷ് അത്യാവശ്യം ഫേമസ് ആണ്. ഫൈൻഡിങ് നെമോ അല്ലെങ്കിൽ ഫൈൻഡിങ് ഡോറി എന്നൊക്കെ പറയുന്ന ഫിഷാണെന്ന് തോന്നുന്നു. ഇത് ഫൈൻഡിങ് നെമോ എന്ന സിനിമയിലെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഹളിയനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഈ ഒരു ഫിഷിനെ ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. പുള്ളിക്കാരൻ്റെ മുഖത്തൊരു ഗൗരവം നമ്മുടെ ആംഗ്രി ബേർഡ്സിലെ ആംഗ്രി ബേർഡിനെ പോലെയൊക്കെ എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഫർ ഫിഷാണ്. പഫർ ഫിഷിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈറ്റബിൾ അല്ല, ഇത് ഭക്ഷ്യയോഗ്യമല്ല. കാരണം പഫർ ഫിഷ് ഡെഡ്ലി പോയ്സണിങ് ആണ്. ഇതിൻ്റെ സ്പർശനമേറ്റാൽ തന്നെ നമ്മുടെ കൈകളൊക്കെ ഡാമേജ് ആകാനോ നമ്മൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പഫർ ഫിഷ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആരേപൈമ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ്. വേൾഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷാണിത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണിത്. ഏകദേശം 3 മീറ്റർ വരെ ഇതിന് നീളം വയ്ക്കും. ചെറിയ ആനക്കുട്ടികളുടെ അത്രയും വരെ ഇതിന് വളർച്ച ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. അമിതമായ മത്സ്യബന്ധനവും കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലമുണ്ടായ ആവാസ വ്യവസ്ഥയിലുണ്ടായ നശീകരണവും ആരേപൈമ വിഭാഗത്തിൽപ്പെട്ട മീനുകളുടെ എണ്ണത്തിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. മൂവി എന്ന നമ്മളിപ്പോൾ കാണുന്ന ഫിഷ് ഉണ്ടല്ലോ, മൂവി എന്നൊരു ഫിഷ്, ആ ഫിഷിൻ്റെ പേരെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഫിഷ് മുറേന ലിപ്പോഡ് എന്നാണ്. പേര് സജസ്റ്റ് ചെയ്യുന്ന പറയുന്നത് ലിപ്പോഡിൻ്റെ ഒരു ഭംഗിയൊക്കെ അയാളുടെ സ്കിന്നിലുണ്ട്. നോക്കിയേ, കറക്റ്റ് ഒരു പുള്ളിയുടെ ചട്ടക്കൂട് തന്നെയാണ് അല്ലേ. നോക്കിയേ, പിന്നെ അവിടെ താഴത്ത് കിടക്കുന്ന അലസ്യമായിട്ട് താഴത്ത് കിടന്നുറങ്ങുന്ന ആളുടെ പേര് മെഡിറ്ററേനിയൻ മൊറേ എന്നാണ് അയാളുടെ പേര്. അല്ലെങ്കിൽ അയാളെ റോമൻ ഈലെന്ന് വിളിക്കുന്നു. അറ്റ്ലാന്റിക് ഓഷനിലും മെഡിറ്ററേനിയൻ സീയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് ബൈറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ. ഇതിനെന്തോ പേര് പറയും, നട്ടർന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. കഴിക്കണം ഈ ഒരു അക്വേറിയത്തിൽ ഗോൾഡൻ ഫിഷിനെയും വൈറ്റ് ഫിഷിനെയൊക്കെ കമ്പൈൻഡ് ആയിട്ട് ഇട്ടേക്കുവാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞന്മാരെയാണ് കേട്ടോ. ഒരു അക്വേറിയം മുഴുവൻ ഇവന്മാരെ ഇട്ടേക്കുവാണ്. പച്ച, ചുവപ്പ്, വെള്ള, നീല, അങ്ങനെ ഏതൊക്കെ നിറമാണ് ആ നിറമൊക്കെ ഇവിടെയുണ്ട്. എന്താ പറയുക, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ. ആ ഡയലോഗ് ഇവന്മാർക്ക് പെർഫെക്റ്റാണ്. ഈ വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നത് ഇവരുടെ ടണൽ അക്വേറിയത്തിലേക്കാണ്. നമ്മൾ പുറത്ത് കണ്ട മീനുകളൊക്കെ തന്നെയാണ് ഈ ടണൽ അക്വേറിയത്തിലും ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ. നോക്കൂ, ഇതൊരു ടണലാണ്. ടണൽ മാതൃകയിലാണ് ഈ അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇടതും വലതും മുകളിലൊക്കെ ആയിട്ട് മീനുകൾ ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും.
നടന്നു. ഇതൊരു ഇലക്ട്രിക് ഈലാണെന്ന് തോന്നുന്നു. ഇതിനെ ഒറ്റയ്ക്കാണ് ഇട്ടേക്കുന്നത്, മറ്റ് മത്സ്യങ്ങളെയൊന്നും ഈ അക്വാറിയത്തിനകത്ത് ഇട്ടിട്ടില്ല. ഇലക്ട്രിക് ഈൽ ആർ വെൽ നോൺ ഫോർ ദർ എബിലിറ്റി ടു സ്റ്റണ്ട് പ്രേ ബൈ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. മീൻ പിടിക്കൂ സമ്മാനം കിട്ടും. പ്രായപരിധി 10 വയസ്സിന് താഴെ, സമയപരിധിക്ക് നിങ്ങൾക്ക് ശേഷം, അതായത് മീൻ പിടിക്കാനുള്ള അവസരമുണ്ട്. മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായ സമ്മാനം കിട്ടും. ₹30. മീൻ പിടിക്കാനുള്ള അവസരമുണ്ട്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു മീനാ. ഇവിടെ ഒരു അണ്ടർ വാട്ടർ പാലസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മത്സ്യകന്യകയും മറ്റ് മീനുകളും ഗോൾഡൻ ഫിഷൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലസാണ് കേട്ടോ. അങ്ങനെ അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മളെ എതിരേൽക്കുന്നത് വ്യത്യസ്തമായ സ്റ്റോളുകൾ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഗൃഹോപകരണങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോളുകൾ, പാത്രങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോളുകൾ, പിന്നീട് മധുര പലഹാരങ്ങൾ വിൽക്കുന്ന സ്റ്റോളുകളൊക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാഴ്ചകളാണ് ഇനി നമുക്കിവിടെ കാണാനുള്ളത്. പിന്നെ അക്വേറിയത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി സമുദ്രത്തിനുള്ളിലേക്ക് ഡൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതാ നമ്മൾ ഈ കാണുന്നവർ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യും. ഒരു കോവളത്തൊക്കെ അവർക്ക് ബ്രാഞ്ചുണ്ട്. ഒരു ഡീപ്പ് ഡൈവിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഞങ്ങളെന്തായാലും അതിനൊന്നും നിന്നില്ല, ജസ്റ്റ് എൻക്വയറി നടത്തിയിട്ട് ഞങ്ങൾ അടുത്ത സ്റ്റോളിലേക്ക് പോകാനുണ്ടായത്. പോലെ പോലെ ബാഗൊക്കെയാണ് നമ്മളോട് പേഴ്സൊക്കെ ഉണ്ടോ, ആളിന് പേഴ്സ് വേണം. പേഴ്സ് അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ചവർക്ക് ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കരിമ്പിൻ ജ്യൂസൊക്കെ ലഭിക്കും. പിന്നീട് സ്നാക്സൊക്കെ ലഭ്യമാണ്. ഹെവി ആയിട്ട് കഴിക്കേണ്ടവർക്ക് ബിരിയാണിയൊക്കെ ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ഇവിടുന്ന് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഏകദേശം ഒരു 2:30 എത്തുവാണെങ്കിൽ നമുക്ക് 1.5 മണിക്കൂറോളം ഈ അക്വേറിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് പോകും. അപ്പോഴത്തേക്കും നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം വൈകുന്നേരം 7 മണിയോടുകൂടി 6 മണിയോടുകൂടിയൊക്കെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷ. സൈനിങ് ഓഫ്.